അല്ല, അത് പ്രശ്നമില്ല. മുഖ്യമന്ത്രി അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതിപക്ഷ നേതാവിനെ അപ്പം തീരുമാനിക്കും. നമുക്കങ്ങനത്തെ തർക്കങ്ങളുണ്ട്. അത് പാർട്ടി തീരുമാനിക്കുന്നതാണെന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ടി ഇത് വേറെ വലിയ നേതാവ് സ്ഥാനം അത് നമ്മുടെ ആവശ്യമില്ല എന്നാണ് ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞത്. അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ട്. അത് തമ്മിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട എന്ത് നമ്മൾ സംസ്ഥാനത്തിന്റെ ചെറിയ തരത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ കാര്യം നോക്കും, നേതാവിന്റെ കാര്യം ഇപ്പൊ നോക്കണം. ഉപനേതാവിന്റെ ആവശ്യം CPI ഉണ്ടല്ലോ അല്ലെ? അല്ല, അത് പലപ്പോഴായിട്ട് മാറി മാറി ഇതിൽ വേറെ വലിയ അധികാരങ്ങളൊന്നും. മുഖ്യമന്ത്രി ചർച്ച ഒരു നാണക്കേടായി മാറിയല്ലേ മൊത്തത്തിൽ? പിന്നെ അവർക്ക് നാണമില്ലെങ്കിൽ പിന്നെ നമുക്കിത് നാണമല്ലേ? നമ്മൾ ജനങ്ങൾക്ക് മാതൃക സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ എത്ര മാത്രം ദിവസങ്ങൾ മുഖ്യമന്ത്രി ആരാധന തീരുമാനിക്കാൻ ഒരു പാർട്ടിക്കാണ്, ഒരു പാർട്ടിയിലെ 3 നേതാക്കന്മാരിലെ ഞാൻ വേണം എന്ന രീതിയിൽ തർക്കം ജനാധിപത്യത്തിലാണ്. അതൊരു വലിയ അപമാനമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അതൊരിക്കലും ചെയ്തുകൂടാത്തതാണ്. എന്തായാലും കോൺഗ്രസിന് വലിയ പാരമ്പര്യമുണ്ടല്ലോ. ആ പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ പിന്നെ ഹൈക്കമാൻഡിൽപ്പെട്ട ഒരാളും ഇതിൽ കക്ഷിയാന്ന് വെച്ചാൽ 3 പേരിൽ ഹൈക്കമാൻഡിൽപ്പെട്ട ഒരാളും കക്ഷിയാണ്. ഹൈക്കമാൻഡ് കേരളം പോലുള്ള ഏത് സംസ്ഥാനത്തിനും പ്രശ്നം തീർക്കാൻ ബാധ്യപ്പെട്ട ഹൈക്കമാൻഡ്. ആ ഹൈക്കമാൻഡിൽപ്പെട്ട ആളും ഇതിനു വേണ്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മത്സരത്തിൽ നിൽക്കുന്നത് മോശമല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയായിരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യം ഇപ്പം BJP ഭരിക്കുന്നു. ജനങ്ങൾ അതിനെതിരായ എല്ലാ സംസ്ഥാനങ്ങളിലും പല പ്രശ്നങ്ങളിലും ആ സമരത്തിനിടയിൽ സമരത്തെ നയിക്കേണ്ടവരായ ഇന്ത്യ മുന്നോട്ട് നേതാവ് അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഒരു സംസ്ഥാനത്ത് ഭൂരിപക്ഷം കിട്ടിയിട്ട് മുഖ്യമന്ത്രി ആരാവണമെന്ന് ഇതുപോലെ ചർച്ചയാണെന്ന് പറഞ്ഞാൽ അത് അപമാനം എന്ന് ഞാൻ പറയുന്നില്ല. അപമാനം ചിലപ്പം അവർക്ക് ഒരു അഭിമാനമായി തോന്നുന്നത് എന്ത് ചെയ്യാനാണ്? അപമാനവും അഭിമാനവും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് അറിയില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യാനാണ്? എന്തായാലും മോശമായി പോയത്.